ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വീട്ടിൽ മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സാധനം വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ 2-3 തരം ബാസ്മതി റൈസ് കണ്ടിട്ട് കൺഫ്യൂഷനായി. ലാസ്റ്റ് മന്തി റൈസ് തന്നെ കിട്ടി. മന്തി റൈസ് മേടിച്ചു. ഇത് അടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ്. അന്ന് നമ്മൾ പ്ലാൻ പോസ്റ്റ്പോണ്ട് ചെയ്തു. ഇന്ന് മഴ നനഞ്ഞ് ചിക്കൻ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചിക്കൻ മേടിച്ചു, വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ തുടങ്ങാം. ബിരിയാണി ആക്കും മാവൊക്കെ വെച്ചൊട്ടിച്ചില്ല. സോറി അരിക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി. എരി വേണ്ടേ? കുരുമുളക് പൊടി മതി. അരങ്ങ ഇത് വേണ്ടല്ലോ. ഇത് വേണോ? ഇത് കുരു 3 പോരാ, അതി 3 നമുക്ക് ചെറുതല്ല. ചിക്കൻ കുറവാ. സോക്സ് ഇച്ചിരി കൂടി ഇത് അതി കണ്ട സാധനം അല്ലല്ലേ? മാഗി ക്യൂബ്. ബിരിയാണി, മുട്ടക്കറി, അകത്തോട്ടൊക്കെ അത് ഫുള്ളല്ലേ? മിക്സിയിലിട്ടടിച്ച് പേസ്റ്റ് ഇത്ര മതി. ഇഞ്ചി പച്ചമുളക് അതി കുത്തി വെക്കുക, ഇതിനകത്ത് ഇടത്തില്ല. ഞാനിവിടെ നരിയ വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുന്ന ക്യാപ്സിക്കം കൊത്തി 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 അരിയാം. നമ്മള് ഡിസൈനിൽ അരിയാന്ന് പറഞ്ഞതാ. ടൊമാറ്റോ സോസ് ഇട്ട് നാരങ്ങാനീരൊഴിച്ച് മാഗി ക്യൂബ് ഇട്ട് പട്ടയും ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പ് 4 മതി. അത് പിന്നെ നോക്കാം. ചെറിയൊരു പട്ട. ഇത് ബിരിയാണി ആവും അങ്ങനെയൊക്കെ വാരി ഇട്ടാ. അല്ല, ഇതിന്റെ ഒരു സ്പൈസിന്റെ ഒരു സാധനം തോനെ ഉണ്ടല്ലോ. അത്ര ഇതൊക്കെ 2 എണ്ണ കൊച്ചിടുന്നോള്. ഇല്ല, കുഞ്ഞമ്മ വണ്ടയില് വീണ്ടും ഇടുന്നുണ്ട്. അരിയുടെ വണ്ടയില് വേറെ ഇടുന്നുണ്ട്. വേറെ ഇത് ഇതിന് മാത്രം വേണ്ടി ഇടുവാ. ഒരു എടുത്തേ. ഇത് മതി. പറഞ്ഞോടേ 2, 3, 4 എണ്ണം. ഈ സാധനം ഇച്ചിരി അത് അതിന്റെ അല്ലടി, ചോറിനകത്ത് ഇടുന്നുണ്ട് ഇത് തോനെ. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടും. എനിക്കറിഞ്ഞൂടെ ആവശ്യത്തിന് ഉപ്പ്. വെള്ളത്തിൽ കലക്കിയല്ലോ. അല്ല, കൊറച്ചിടണേ. അതി അങ്ങനെ ഇടുന്നേന്ന് മതി. തൂപ്പാ ഇങ്ങനെ ആക്കണോ നീ? നിങ്ങളല്ലേ വെള്ളം തോന്നി. ഇറച്ചിയിൽ ഓൾറെഡി വെള്ളം വരും. കുഴപ്പമില്ല, വെള്ളം കൂടെ വെച്ച് വേവിച്ചാൽ തെറിപ്പിക്കും. നോക്ക്,
അവിടെ വെട്ട എന്നെ അങ്ങോട്ട് കയറ്റി കിട്ടുമോ? ഇവിടെ നിങ്ങോട്ടാ വെട്ട. കളറൂക്ക് അച്ചാച്ച എന്താ പറഞ്ഞേ? കളറൊക്കെ ഇതിനകത്തുണ്ടെങ്കി ഭയങ്കര കളറല്ലേ ഈ വീഡിയോയില്. അത് കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കളർ ചേർക്കണ്ട. ആ മതി. മറ്റേ ഇതെടുത്ത് ആ വീഡിയോക്കകത്ത് ഇനി ഇതെടുത്ത് ഇതിന്റെ അകത്ത് കുക്കറി വെച്ചിട്ടാണ് ചോറിടുന്നത്. എണ്ണ ഒഴിക്കും. എണ്ണയും നാരങ്ങയും കൂടെ ഇടുന്നു. ഇതെല്ലാം ഇതിന്റെ അകത്ത് തന്നെയാണ്. ഒഴിക്കണം ഇങ്ങനെ അത്ര വെള്ളം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെ അറിയാം മര്യാദയ്ക്ക് ഉണ്ടാക്കണം. എന്നിട്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചാ അത് എണ്ണ ഒഴിക്കുമെന്ന്. ഒരു സ്പൂൺ എണ്ണ ഒഴിക്കും. ഇതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ മറ്റേ നാരങ്ങ നാരങ്ങ വെക്കണം. എനിക്ക് നാരങ്ങ അതായത് ഇച്ചിരി കൂടെ കൊളവാക്കും എല്ലാരും കൂടെ. ഒരു കോഴിക്ക് ഒരു സ്പൂൺ നാരങ്ങയല്ല ഉണ്ട് നല്ല. അതൊക്കെ ഇതായി പോയാ വെള്ളം. ആയി കാണും. അതില് ഭയങ്കര ഉപ്പ്. എത്ര മണിക്കൂറാ? ചോറിന്റെ അകത്ത് കളർ ഇങ്ങനെയാണോ മന്തിയാ? കളർ വേണം. ഓ ചോറ് അത് ഇതിനകത്തിട്ട് ഇളക്കിയിട്ടല്ലേ എടുക്കുന്നത്. അതിന്റെ ആദ്യം ഇതല്ലേ ഇടുന്നത്? ഇതെന്ത് അല്ലെങ്കിൽ കളർ കൂടും. ഇത് പകുതി വേവാണ്. ഇനി വേവുണ്ടോ? പിന്നെ ഇറച്ചിയായിട്ടൊന്ന് നമ്മൾ ആവിയിലൊന്നും കളർ എന്തോ ഇട്ട് ഇങ്ങനെ എന്താ കരിമ്പി മേളിൽ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചിങ്ങനെ വെള്ളത്തിനകത്ത് ഒഴിച്ച് ഇങ്ങനെ ആക്കി വെക്കും. വെള്ളം ഒഴി. അപ്പൊ അത് അടിയിലോട്ട് ഇറങ്ങി പോയി. അത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്തൊക്കെ കുത്തിയൊക്കെ വെക്കും. അത് കാണിച്ചു കൊടുക്കും. പച്ചമുളക് മല്ലിയില ആ അല്ല കുത്തി വെക്കും. മല്ലിയില വേണം. മല്ലിയില ഉണ്ടോ? മല്ലിയില നടത്തില്ല. ഫ്രൈഡ് റൈസിൽ ഇവര് ബിരിയാണി ഉണ്ടാക്കുക. ഇതിപ്പോഴേ തുറക്കാൻ പറ്റുള്ളൂ. അത് നോക്കി എന്നിട്ട് ഇതെടുത്ത് ചേർത്ത് വെക്കാം. എല്ലാ അടുപ്പി വേണമെങ്കിൽ ചേർത്ത് വെക്കാം. ഇത് അവര് ഇങ്ങനെ ആയിരിക്കും മന്തി സെറ്റ് ചെയ്തത്. ഇതിന്റെ ഫ്രണ്ടിലും കൂടെ അതാ കൈ ഇറക്കി. അതാ ഭാവിയിൽ ആവശ്യപ്പെടും. വല്ലപ്പോഴല്ല എന്തും ചെയ്യണം. ഓരോ പീസ് എടുത്ത് വീടേ. വെള്ളം പിന്നെ ഒഴിക്കാം. നീ ആദ്യം ഇറച്ചി കൈ വെച്ചെടുക്കാം. അതുകൊണ്ട് പരന്ന തവി എടുക്കാൻ ഇച്ചിരി വലുതെടുക്കണം. നാരങ്ങയൊക്കെ ആദ്യം എടുത്തിട്ട് അത് കൈ വെച്ചങ്ങ് ഇട്. ഞാൻ കൈ വെച്ചെടുത്ത് എടുത്തില്ല. കൈ വീണ എന്തിനാ ഇനി കളർ തീർക്കുന്നത്? അത്രയും വെള്ളം കിടക്കുന്നുണ്ട്. ഞാൻ വെള്ളം പറ്റി വരുമ്പോൾ ഇങ്ങോട്ട് ഒരു മടി. സാമ്രാജ് എടുക്കുന്നുണ്ടോ? സ്നേഹത്തോടെ എടുക്കടാ.
ഇപ്പൊ പോയി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് വിളിക്കാന്ന് പറ തിരിച്ച്. നമ്മൾ ചാടാണ് എന്റെ പീസ് മണിയപ്പക്കാരത്തെ പീസ് അതിളക്ക്. ഇതൊക്കെ അടിയിലാക്കണോ? എങ്ങനെ? ഇനി മറ്റേ കളർ വെച്ചാൽ മതി. ഏതിനാ? ചെറിയൊരു കഷ്ണം പട്ടയും 2 പച്ചമുളക് സാധനങ്ങളൊക്കെ ഇടിച്ചെടുത്ത് ലേശം കുരുമുളകും പച്ചമുളകും മുകളിൽ ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ 8 വിസിലടിച്ചാൽ മതി. കുഴിമന്തി റെഡി. എന്നാലും ഇത് ഇളക്കണം, അടുക്കി പിടിച്ചെടുക്കണം. വേവിച്ച് കഴിഞ്ഞിട്ടല്ലേ ഇളക്കുന്നത്? വേവിച്ച് കഴിഞ്ഞിട്ട് ഇറക്കണം. ഇനി എന്തുവാ? മതി. ചെറിയ രീതിയിൽ അടുപ്പി കൊണ്ടുപോയിടാ. കൊണ്ടുപോയടാ. നല്ല വെട്ടോ. നീ വരത്തില്ല, നിന്നെ ഫോക്കസ് ആക്കിയിരുന്നു. ഇളക്കണോ? ഗായ്സ്, അപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയണൈസ് ആട്ടോ. കുഴിമന്തി ആയില്ല, ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു. അച്ചാച്ചിൻ്റെ അവിടെ നല്ല വെട്ടമുണ്ട്. കൊച്ചിൻ്റെ അവിടെ വെട്ടമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.